Hello friends, welcome back to Art and Ashraf YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന ഒരു വർക്കിനകത്ത് ഒരു ടെക്സ്റ്റിന്റെ ഒരുപാട് കോപ്പികൾ ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു ടെക്സ്റ്റ് കൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു പാറ്റേൺ സ്റ്റൈലൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു മോക്കപ്പ് ഫയലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതായത് സിമ്പിളാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റ്, ഒരു ലൈക്ക് എന്നുള്ളൊരു ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൻ്റെ ഒരു 10 20 അല്ലെങ്കിൽ 100 കോപ്പികൾ പലയിടത്തായിട്ട് ഒരു വർക്കിനകത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇതേ PST ഫയൽ മറ്റൊരു കമ്പനിയുടെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ 100 ടെക്സ്റ്റുകളും 100 തവണയായിട്ട് മാറ്റേണ്ടി വരും. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞത് ലൈക്ക് എന്നുള്ളൊരു ടെക്സ്റ്റാണ്. അപ്പോൾ മറ്റൊരു കമ്പനിയുടെ പേര് അങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മൾ ഈ 100 ടെക്സ്റ്റുകളും 100 തവണയായിട്ട് മാറ്റേണ്ടി വരുന്നു. എന്നാൽ ഈ 100 ടെക്സ്റ്റുകളും ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് മാറ്റാൻ കഴിയും. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം ഡിസൈൻ മേഖലയിലെ അല്ലെങ്കിൽ പ്രിന്റിംഗ് മേഖലയിലെ ഏറ്റവും റയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാനലിലൂടെ നമ്മൾ ചെയ്യുന്നത്. പൊതുവെ ഈ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻഡിസൈൻ, കോറൽ ഡ്രോ തുടങ്ങിയ സോഫ്റ്റ്വെയറിൻ്റെ ബേസിക് ക്ലാസ്സുകൾ അല്ല ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഡിസൈനിങ് ഷോപ്പുകൾക്കുള്ളിലെ സാധാരണക്കാർക്ക് അറിയാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഇത്തരം ഷോപ്പുകൾക്കുള്ളിൽ നമ്മൾ പ്രിൻറ്റിങ് ആവശ്യങ്ങൾക്കായിട്ട് കൊടുക്കുന്ന കളർ മോഡ് അല്ലെങ്കിൽ അളവുകൾ, അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ടൈറ്റിലുകൾ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ, അല്ലെങ്കിൽ നമുക്ക് കളർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ സ്വഭാവം അനുസരിച്ച് നമുക്ക് അതിൻ്റെ കളർ തീമുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഇങ്ങനെ തുടങ്ങി വളരെ അപൂർവമായിട്ട് മലയാളത്തിൽ യൂട്യൂബിൽ അധികം അവൈലബിൾ അല്ലാത്ത വീഡിയോകൾ മാത്രമാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വർക്കിനകത്ത് ഒരുപാട് ടെക്സ്റ്റുകൾ നമുക്ക് കാണാം. സാധാരണ നമ്മുടെ വർക്കിനകത്തൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇങ്ങനെ ടെക്സ്റ്റുകൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു പാറ്റേൺ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു എഫക്റ്റ് വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ എല്ലാ ടെക്സ്റ്റുകളും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാ ടെക്സ്റ്റുകളും നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്ന ആ ഒരു ടൈറ്റിലാക്കി മാറ്റാനുള്ള ഒരു രീതിയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. ബെസ്റ്റ് എന്നുള്ള ഒരുപാട് കോപ്പികൾ നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലെയറിൽ നമുക്കറിയാം, ഇതൊരു സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറാണ്. ഈ ഒരു ലെയറിൻ്റെ റൈറ്റ് കോർണറിൽ ഒരു ഐക്കൺ കാണാം. അത് സ്മാർട്ട് ഒബ്ജക്റ്റിൻ്റെ ഐക്കണാണ്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റ് എന്താണെന്നും എങ്ങനെയാണത് നമ്മുടെ വർക്കിനകത്ത് വളരെ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നും നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ കാണണം. ഇതിലേതെങ്കിലും ഒരു ബെസ്റ്റ് എന്നുള്ള ലെയറിൽ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതായത് ഈ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു ഐക്കണിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു വിൻഡോ വരുന്നു. ഇത് ഓക്കെ പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പുതിയ ടാബായിട്ട് നമുക്കിവിടെ മുകളിൽ ശ്രദ്ധിച്ചാൽ കാണാം, പുതിയൊരു ടാബായിട്ടാണ് ഈ ബെസ്റ്റ് എന്നുള്ള ടൈറ്റിൽ മാത്രം ഇവിടെ വന്നിട്ടുള്ളത്. ഇതൊരു ടെക്സ്റ്റ് ലെയറാണ് എന്ന് നമുക്കിവിടെ കാണാം. ഇനി നമ്മളിവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനായിട്ട് നമ്മളിവിടെ ഈ ടൈപ്പ് ടൂൾ എടുക്കുന്നു. ഇനി ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ഓൾ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ടൈപ്പ് എന്നാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം Ctrl+S അടിച്ചിട്ട് സേവ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്കിവിടെ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ അത് ഈ ഒരു വർക്ക് സേവ് ചെയ്യണോ എന്നുള്ളൊരു വിൻഡോ അവിടെ വരും. അവിടെ നമ്മൾ ഓക്കെ പ്രസ് ചെയ്താലും ഇത് സേവ് ആവുന്നതാണ്. ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വർക്കിനകത്തേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള എല്ലാ ടെക്സ്റ്റുകളും നമ്മൾ പുതുതായി കൊടുത്ത ടെക്സ്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു വേർഡും നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള വേർഡും ചെറിയ വ്യത്യാസമുള്ളതിനാൽ ഇങ്ങനെ മുകളിൽ കയറി കിടക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാപ്പ് ഉള്ളതൊക്കെ ആയിട്ട് കാണാം. അത് നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ വർക്കിനകത്തുള്ള ഒരുപാട് ടെക്സ്റ്റുകളെ ഒറ്റ ക്ലിക്കിൽ തന്നെ ചേഞ്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു സിറ്റുവേഷനിലേക്ക് വരാം. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു പോസ്റ്ററിൻ്റെ ഒരു മോക്കപ്പ് ഫയലാണ്. ഈ ഒരു വർക്കിനകത്ത് നമുക്ക് പല ഭാഗത്തായിട്ട് ബീറ്റ് ബോക്സ് എന്ന ടെക്സ്റ്റ് കാണാം. ഈ ഒരു പോസ്റ്ററിനകത്ത് 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്, ഇവിടെ 3 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. താഴെ ഒരു ഷേഡ പോലെ ഒരു എഫക്റ്റിൽ
ഇവിടെ ബീറ്റ് ബോക്സ് എന്ന് 2 ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റ് ബോക്സ് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് പുതിയൊരു കമ്പനിയുടെ ടൈറ്റിലാണ് അതിന് പകരമായിട്ട് അവിടെ വരുത്തേണ്ടതെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ അതിൻ്റെ സ്മാർട്ട് ഒബ്ജക്റ്റ് ലെയറുകളെ നമുക്കിവിടെ കാണാം. അതിലേതെങ്കിലും ഒരു ലെയറിൽ നമ്മളൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള പുതിയ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ പുതിയൊരു ടൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ സേവ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിനകത്ത് നോക്കിയാൽ കാണാം എല്ലാ ഭാഗത്തും ആ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു ടെക്സ്റ്റിനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഈ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ കാണാം, ടെക്സ്റ്റ് ലെയർ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഒരു സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇങ്ങനെ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ കോപ്പികളാക്കി മാറ്റേണ്ടത്. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ ഒരു ടെക്സ്റ്റ് ലെയറാണ്. ഈ ഒരു ടെക്സ്റ്റ് ലെയർ ആയിരിക്കെ തന്നെ ഈ ഒരു ടൈറ്റിൽ നമ്മൾ ഇങ്ങനെ കോപ്പി എടുത്ത് മാറ്റിയിട്ട് ഇനി ഈ ടെക്സ്റ്റുകൾ നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കിയാൽ ഇങ്ങനെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഈ ഒരു ടെക്സ്റ്റ് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ആ സ്മാർട്ട് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ കോപ്പിയാക്കി മാറ്റേണ്ടത്. ഇവിടെ ഒരു ടെക്സ്റ്റ് കാണാം. അപ്പോൾ ഇത്തരം എഫക്റ്റുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ്. അതായത് ഈ ഒരു ടെക്സ്റ്റ് തന്നെ ഒരുപാട് കോപ്പികളൊക്കെ എടുത്തതിന് ശേഷം ആ കോപ്പികളിലും നമ്മൾ ഒരുപാട് എഫക്റ്റുകളൊക്കെ പലയിടത്തായിട്ട് ആഡ് ചെയ്തിട്ടൊക്കെയാണ് ഇത്തരം ഒരു എഫക്റ്റ് വരുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം, നമ്മൾ സാധാരണ ഈ എഫക്ട്സ് എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചില എംബോസിങ്, അതുപോലെ തന്നെ സാറ്റിൻ, കളർ ഓവർലേ, ഇങ്ങനെ കുറച്ച് എഫക്റ്റുകളൊക്കെ വരുത്താറുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു എഫക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ടെക്സ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൽ സ്മാർട്ട് ഒബ്ജക്റ്റ് വരുത്തുന്നത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ഫയൽ തയ്യാറാക്കിയിട്ട് നമുക്ക് എപ്പോഴും സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള പുതിയ ടെക്സ്റ്റുകൾ ഈ ഒരു വർക്കിനകത്ത് കൊണ്ടുവരാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. ഈ ഒരു ടെക്സ്റ്റിൽ മാറ്റം വരുത്തേണ്ട ഒരു ലെയറാണ് ഇവിടെ ഈ ടെക്സ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളത്. നമുക്കതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുതിയൊരു കമ്പനിയുടെ പുതിയൊരു ടെക്സ്റ്റ് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ അതൊരു പുതിയ ടാബായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ലെയറാണ്. നമുക്ക് ടൈപ്പ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള പുതിയ ടെക്സ്റ്റ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മാസ്റ്റർ വർക്കിംഗ് ഫയലിനകത്തേക്ക് പോകുന്നു. ഇപ്പോൾ ആ ഒരു ടെക്സ്റ്റിൽ ആ എഫക്റ്റ് എല്ലാം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് ടെക്സ്റ്റുകൾ എഫക്റ്റോട് കൂടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിനകത്ത് സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്കതിനകത്ത് ടെക്സ്റ്റുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഫാസ്റ്റായിട്ട് നമ്മുടെ വർക്കുകൾ നീങ്ങും. അതുപോലെ തന്നെ ഇത്തരം ടെക്സ്റ്റിൽ എഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ഫയലുകൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ പോയിന്റുകൾ കൂടി പറയുകയാണെങ്കിൽ, നമ്മളൊരു വിഷയത്തെ പറ്റി പഠിക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിലും നമുക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതുകൊണ്ട് കൂടി പറയുകയാണ്. നമ്മൾ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരം ടെക്സ്റ്റുകളുടെ ഒരു ഷേഡോ കൂടി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് നമ്മൾ ഇങ്ങനെ എഫക്റ്റിൽ പോയിട്ടുള്ള ഷേഡോ അല്ല, ഒരു ടെക്സ്റ്റായിട്ട് തന്നെ ചില ഷേഡോകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കിനകത്ത് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഷേഡോ ഒരു ടെക്സ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഷേഡോ ആണ്. ഇങ്ങനെ എഫക്റ്റിൽ പോയിട്ടുണ്ടാക്കുന്ന ഷേഡോ അത് മറ്റൊരു ഇത്രയും ഒരു ഒറിജിനാലിറ്റി കിട്ടില്ല. ഈ ഒരു ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ഷേഡോ ഒന്ന് ബ്ലർ ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ഷേഡോ ഒന്ന് വെർട്ടിക്കലായിട്ട് ഫ്ലിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഷേഡോ ഒന്ന് ബ്ലർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലും ആ ഒരു ഷേഡോ നമുക്ക് എഫക്റ്റ് വരുത്താവുന്നതാണ്. ഇനി ഷേഡോ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഇതിൻ്റെ ഒരു ഗ്ലെയർ ആയിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഒരു ബി എന്നുള്ള ഒരു ടെക്സ്റ്റിന് മുകളിലായിട്ട് ഒരു ഗ്ലെയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സാറ്റിൻ എഫക്റ്റ് ആയിരിക്കും. നമ്മളിങ്ങനെ കോപ്പി എടുത്തിട്ട് എന്ത് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇവിടെ ഈ ഒരു ബി എന്നുള്ള ഈ ടെക്സ്റ്റ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ഷേഡോയും ചേഞ്ച് ആവുന്നതാണ്.
അപ്പോൾ നമ്മളൊരു വിഷയത്തെ പറ്റിയിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും കൂടി മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ നമുക്ക് ആശയക്കുഴപ്പം മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാ വശങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഷേഡോയും ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ആദ്യം കാണിച്ച വർക്കിനകത്ത് ഒരുപാട് എഫക്റ്റുകൾ നമ്മൾ ഇതുപോലെ ടെക്സ്റ്റിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടെ ചേഞ്ച് ആയത് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ പ്രയോജനമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.